പ്രകാശത്തിൻ്റെ 3-ാം രഹസ്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത്. ദൈവരാജ്യ പ്രഘോഷണം ഈശോ ആരംഭിച്ചത് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കാനുള്ള ആഹ്വാനവുമായിട്ടാണ്. ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണമോ പാനീയമോ അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണെന്ന് പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നീതിയും സമാധാനവും നിറയുന്ന ദൈവം ഭരിക്കുന്ന ഒരവസ്ഥയാണ് ദൈവരാജ്യത്തിൻ്റെ അവസ്ഥ. അത് ദൈവം രാജാവായി ഭരിക്കുമ്പോൾ നമ്മളെല്ലാവരും സഹോദരീ സഹോദരന്മാരാകുന്ന ഒരു സ്വർഗീയ സങ്കല്പമാണ്. സമത്വ സുന്ദരമായ, എല്ലാവർക്കും ആദരവും അംഗീകാരവും കിട്ടുന്ന, ആരും അവഗണിക്കപ്പെടാത്ത ഒരു അവസ്ഥയാണ് ദൈവരാജ്യത്തിൻ്റെ സങ്കല്പം. അവിടെ പതിതരെയും പാവപ്പെട്ടവരെയും ചേർത്ത് നിർത്തുകയും ഉള്ളവനെയും ഇല്ലാത്തവനെയും ഒരുപോലെ സംരക്ഷിക്കുകയും ചെയ്യുന്ന, നീതിമാന്റെയും നീതിരഹിതന്റെയും മേൽ മഴ പെയ്യിക്കുന്ന, ദുഷ്ടന്റെയും ശിഷ്ടന്റെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുന്ന നല്ല ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹത്തിന്റെ അനുഭവമാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ. ഈ ദൈവരാജ്യത്തിലേക്കാണ് ഈശോ നമ്മളെ ക്ഷണിക്കുന്നത്. പ്രകാശത്തിന്റെ 3-ാം രഹസ്യം ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിച്ച് നമ്മൾ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നത്, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അങ്ങയുടെ മനസ്സ് നിറവേറണമേ എന്നാണ്. സ്വർഗത്തിൽ എങ്ങനെ എല്ലാവരും തുല്യരായിരിക്കുന്നുവോ, വിശുദ്ധിയുടെ നിറവ് ആനന്ദം അവരനുഭവിക്കുന്നുവോ, അതുപോലെ സ്വർഗത്തിന്റെ മനസ്സ് പോലെ ഭൂമിയിലും ഞങ്ങളുടെ മനസ്സാകണമേ എന്നുള്ളൊരു പ്രാർത്ഥന ചൊല്ലി നമ്മൾ ഈ ദൈവരാജ്യ നിറവേറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ രാജ്യം വരണമേ, ദൈ കിങ്ഡം കം. അതാണ് ഈശോ പഠിപ്പിക്കുന്ന പ്രാർത്ഥന. അപ്പൊ നമ്മൾ ഭൂമിയിലെ രാജാക്കന്മാരെയല്ല, ദൈവത്തെ രാജാവായി അംഗീകരിച്ചു ഈ സാഹോദര്യത്തിലും സ്നേഹഭാവത്തിലും വളരാനുള്ള ഒരു ആഹ്വാനമായി ഇതിനെ കണ്ടുകൊണ്ട് ഈ ജപമാലയുടെ രഹസ്യങ്ങളും ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊന്നും അസാധ്യമായിരിക്കുക ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതാനുഭവം. ഈ ഒക്ടോബർ മാസം മുഴുവൻ 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ പരിശുദ്ധ അമ്മയുടെ ജപമാല നിമന്ത്രണങ്ങൾ ഉയരുന്ന പ്രഭാതങ്ങളും സായന്തനങ്ങളുമാണ് നമുക്കുള്ളത്. നിരന്തരമായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന അനേകായിരങ്ങൾ സഭയിലും സമൂഹത്തിലുമുണ്ട്. ഇവിടെയൊക്കെ അനുഗ്രഹങ്ങൾ, സ്വർഗം തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന അനുഭവം. ഇന്ന് നമ്മളൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അതേ ദൈവാനുഗ്രഹം അമ്മയുടെ മധ്യസ്ഥം വഴി ദൈവം നമുക്ക് നൽകും. നമ്മൾ ഓർക്കണം, ഈശോയെ ദേവാലയത്തിൽ കണ്ടെത്തിയപ്പോൾ അമ്മ പറഞ്ഞൊരു വാചകമുണ്ട്, മകനെ, നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ഉത്കണ്ഠയോടെ മാതാവ് മകനെ അന്വേഷിക്കുകയായിരുന്നു. ഈ മാതാവ് അനുഭവിച്ച ഉത്കണ്ഠ, ആങ്സൈറ്റി, ടെൻഷൻ, സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സാധനം. നമ്മളൊക്കെ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നവരാണ്. മക്കളെ ചൊല്ലി ടെൻഷൻ, വീടിനെ ചൊല്ലി ടെൻഷൻ, ജോലിയെ ചൊല്ലി ടെൻഷൻ, സാമ്പത്തിക അവസ്ഥയെ ചൊല്ലി ടെൻഷൻ, ആരോഗ്യത്തെ പറ്റി ടെൻഷൻ. നമുക്കില്ലാത്ത ടെൻഷൻ എന്താ ഉള്ളത്? ഇത് നമ്മൾ ഓർക്കണം. പരിശുദ്ധ അമ്മ അനുഭവിച്ച ഉത്കണ്ഠ, അതിനോട് ചേർത്ത് നമ്മുടെ ജീവിതത്തിന്റെ ആശങ്കകളെ സമർപ്പിക്കാനായി നമുക്ക് കഴിയണം. നമ്മൾ പറയുന്നതിന് മുമ്പേ നമ്മുടെ വിഷമം, നമ്മുടെ ആകുലത അറിയുന്നവളാണ് പരിശുദ്ധ അമ്മ. മകനെ, അവർക്ക് വീഞ്ഞില്ല അമ്മ പറഞ്ഞു. അതിനോട് ചേർത്ത് അമ്മ പറഞ്ഞത്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. മാതാവിന്റെ പ്രത്യേകത നമ്മൾ കാണുന്നത് ഇത് രണ്ടുമാണ്. ഒന്നാമത്തേത്, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. മകനെ, അവർക്ക് വീഞ്ഞില്ല. എൻ്റെ കാര്യമല്ല, അവരുടെ കാര്യം, എൻ്റെ അയൽവാസിയുടെ കാര്യം, എൻ്റെ സുഹൃത്തുക്കളുടെ കാര്യം, പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്തവരുടെ കാര്യമൊക്കെ ഈശോയോട് പറയാൻ അമ്മയുണ്ട്. രണ്ടാമത് അമ്മ കൂട്ടിച്ചേർത്തു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഞാൻ പറയുന്നതല്ല, ഞാൻ എന്ന വ്യക്തിയല്ല, ഈഗോയല്ല പ്രധാനപ്പെട്ടത്, യേശു തമ്പുരാനാണ്. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. കർത്താവിന്റെ വചനം കലർപ്പില്ലാതെ അനുസരിച്ച് കർത്താവിന്റെ വചനം പൂർത്തിയാക്കുന്നതിലൂടെ അനുഗ്രഹങ്ങളുടെ നിറവ് പ്രാപിക്കാനാണ് ഈ കൊന്ത മാസക്കാലത്ത് മാതാവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അമ്മയുടെ വഴിയെ നടക്കാനായി നമ്മൾ ശ്രമിക്കുമ്പോൾ, അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാനായി ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സും ദൈവരാജ്യത്തിന് അനുസൃതമായി രൂപാന്തരപ്പെടട്ടെ എന്നാണ് എൻ്റെ ആശംസ. അങ്ങയുടെ രാജ്യം വരണമേ, ദൈ കിങ്ഡം കം. ഭാരതത്തിന്റെ മഹാകവിയായ ടാഗോർ പാടിയൊരു പാട്ടുണ്ടല്ലോ, Into that heaven of freedom, my father, let my country awake.
സ്വാതന്ത്ര്യത്തിന്റെ ആ സ്വർഗത്തിലേക്ക് ഞങ്ങളെ ഉയർത്തണമേ, ഞങ്ങളുടെ രാജ്യത്തെ ഉയർത്തണമേ, നാടിനെ ഉയർത്തണമേ. അമ്മ പ്രാർത്ഥിച്ചത് അത് തന്നെയാണ്. പിതാവേ, അങ്ങയുടെ മനസ്സുപോലെ എല്ലാം സംഭവിക്കട്ടെ. അനുഗ്രഹത്തിന്റെ നിറവും സന്തോഷത്തിന്റെ നിറവും ആരോഗ്യത്തിന്റെ സമൃദ്ധിയും സർവ്വൈശ്വര്യവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഉണ്ടാവട്ടെ. സഹനത്തിൽ കരുത്ത് നേടാൻ, വിശ്വാസം ഇളകാതിരിക്കാൻ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.